ആലപ്പുഴ കായംകുളത്ത് വാഹനാപകടത്തിൽ പരിക്കേറ്റ യുവതിക്ക് നേരെ ലൈംഗിക അതിക്രമം നടത്തിയ കേസിൽ പോലീസിന് വീഴ്ചയില്ലെന്നും നടപടിക്രമങ്ങൾ പാലിച്ചുവെന്നും ആലപ്പുഴ എസ്. സംഭവത്തിൽ ഡിജിപിക്ക് ആലപ്പുഴ എസ്. റിപ്പോർട്ട് നൽകി. കേസെടുക്കുന്നതിൽ കാലതാമസം വന്നിട്ടില്ല. അതേസമയം പോലീസ് നോട്ടീസ് നൽകി വിട്ടയച്ച പ്രതി സിനിൽ സബാത്ത് നിലവിൽ ഒളിവിലാണ്. സിനിലിനെ വ്യാപാര വ്യവസായ ഏകോപന സമിതി സസ്പെൻഡ് ചെയ്തു. ഈ മാസം 4-നായിരുന്നു സംഭവമുണ്ടായത്. യുവതിയെ ആശുപത്രിയിലേക്ക് മാറ്റുന്നതിനിടെയാണ് അതിക്രമമുണ്ടായത്. സംഭവം പുറത്തു പറയരുതെന്ന് ഭീഷണിപ്പെടുത്തിയെന്നും പരാതിയിൽ നിന്ന് പിന്മാറിയ ലക്ഷങ്ങൾ വാഗ്ദാനം ചെയ്തുവെന്നുമാണ് യുവതി പറയുന്നത്. ഈ മാസം 4-നാണ് ഈ ഒരു സംഭവം ഉണ്ടായത്. വാഹന അപകടത്തിൽ പരിക്കേറ്റ യുവതിക്ക് നേരെയാണ് ഇത്തരത്തിൽ ലൈംഗിക അതിക്രമം നടന്നത്. യുവതിയെ ആശുപത്രിയിലേക്ക് മാറ്റുന്നതിനിടെയാണ് ഈ ഒരു യുവതിക്ക് നേരെ ഈ ഒരു ലൈംഗിക അതിക്രമം ഉണ്ടായത്. ഈ സംഭവം പുറത്തു പറയരുത് എന്നും ഭീഷണിപ്പെടുത്തിയെന്നും അതുപോലെ തന്നെ പരാതിയിൽ നിന്ന് പിന്മാറാൻ ലക്ഷങ്ങൾ വാഗ്ദാനം ചെയ്തുവെന്നും യുവതി പറയുന്നുണ്ട്. എന്നാൽ ഈ ഒരു സംഭവത്തിൽ വീഴ്ച സംഭവിച്ചിട്ടില്ല എന്നതാണ് ആലപ്പുഴ എസ്. പിയുടെ വിശദീകരണം എന്ന് പറയുന്നത്. കൃത്യമായ രീതിയിൽ തന്നെ നടപടിക്രമങ്ങൾ പാലിച്ചുവെന്നും പറയുന്നുണ്ട്. എസ്. പി പറയുന്നുണ്ട്. സംഭവത്തിൽ ഡിജിപിക്ക് ആലപ്പുഴ എസ്. പി റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്. കേസെടുക്കുന്നതിൽ കാലതാമസം വന്നിട്ടില്ല എന്നും ആലപ്പുഴ എസ്. പി വിശദീകരണം നൽകുന്നുണ്ട്. പോലീസ് നോട്ടീസ് നൽകി വിട്ടയച്ച പ്രതി സിനിൽ സബാത്ത് നിലവിൽ ഒളിവിൽ കഴിയുകയാണ്. സിനിലിനെ വ്യാപാര വ്യവസായി ഏകോപന സമിതി സസ്പെൻഡും ചെയ്തിട്ടുണ്ട്. ഏതായാലും ഈ ഒരു സംഭവത്തിൽ ആലപ്പുഴയിൽ കായംകുളത്താണ് ഈ ഒരു സംഭവം ഉണ്ടായത്. വാഹനാപകടത്തിൽ പരിക്കേറ്റ യുവതിക്ക് നേരെയാണ് ഇത്തരത്തിൽ ഈ പ്രതി ലൈംഗിക അതിക്രമം നടത്തിയത്. ഈ ഒരു സംഭവത്തിൽ വ്യാപകമായി പോലീസിന് വീഴ്ച സംഭവിച്ചു എന്നടക്കമുള്ള ആരോപണങ്ങൾ ഉയർന്നിരുന്നു. എന്നാൽ ഈ ഒരു സംഭവത്തിൽ പോലീസിന് വീഴ്ച പറ്റിയിട്ടില്ല എന്നും നടപടിക്രമങ്ങൾ പാലിച്ചുവെന്നും എന്നതാണ് ആലപ്പുഴ എസ്. പിയുടെ വിശദീകരണം. സംഭവത്തിൽ ഡിജിപിക്ക് ആലപ്പുഴ എസ്. പി റിപ്പോർട്ടും നൽകിയിട്ടുണ്ട്. കേസെടുക്കുന്നതിലടക്കം കാലതാമസം വന്നിട്ടില്ല എന്നും എസ്. പി വിശദീകരിക്കുന്നുണ്ട്. പോലീസ് നോട്ടീസ് നൽകി ഈ പ്രതിയെ വിട്ടയച്ചിരുന്നു. പ്രതി നിലവിൽ സിനിൽ സബാത്ത് എന്ന പ്രതി നിലവിൽ ഒളിവിലാണ്. സിനിലിനെ വ്യാപാര വ്യവസായ ഏകോപന സമിതി സസ്പെൻഡ് ചെയ്യുന്ന നടപടിയും സ്വീകരിച്ചിരുന്നു. ഈ മാസം 4-നാണ് ഈ ഒരു സംഭവം നടക്കുന്നത്. വാഹനാപകടത്തിൽ പരിക്കേറ്റ യുവതിയെ ആശുപത്രിയിലേക്ക് മാറ്റുന്നതിനിടെയാണ് ഇത്തരത്തിലൊരു അതിക്രമം ഉണ്ടായത്. ഈ ഒരു സംഭവം പുറത്തു പറയരുതെന്ന് യുവതിയെ ഭീഷണിപ്പെടുത്തിയെന്നും പരാതിയിൽ നിന്ന് പിന്മാറാൻ ലക്ഷങ്ങൾ വാഗ്ദാനം ചെയ്തുവെന്നും യുവതി പറയുന്നു.